അന്വേഷണം കഴിഞ്ഞ് പൂർണ്ണാന്വേഷണം കഴിഞ്ഞ് ഹാഷ്മി അങ്ങേക്ക് സാധിക്കുമെങ്കിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കണം. അന്നും ഞാൻ പാടും സ്വർണം കട്ടത് ആരപ്പ അത് സഹാക്കളാണ് അയ്യപ്പ എന്ന് വളരെ കോൺഫിഡൻ്റായി ഇതിലും നല്ല ഇന്ന് ഇച്ചിരി ശബ്ദമൊക്കെ പോയിട്ടുണ്ട്, ഇച്ചിരി കൂടെ താളബോധത്തോടു കൂടി അന്ന് സ്വർണം കട്ടത് ആരപ്പ അത് സഹാക്കളാണ് അയ്യപ്പ എന്ന് പാടാൻ എനിക്ക് സാധിക്കും. അങ്ങ് സാധിക്കുമെങ്കിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കണം. നോക്കൂ, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതി തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഹാൻഡ് കഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആരാലോ എന്ന് കേരളത്തിൻ്റെ ഹൈക്കോടതി തന്നെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് വിവിധ ഓർഡറുകളുമായി ബന്ധപ്പെട്ട് ബെയിൽ ആപ്ലിക്കേഷൻ ആവട്ടെ അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ചിൻ്റെ ഓർഡർ ആവട്ടെ, ഈ വിവിധ ഓർഡറുകളിൽ വളരെ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട്, സംശയിക്കുന്നുണ്ട്. മിനിഞ്ഞാന്ന് അതായത് 19-ാം തീയതി വന്ന ബെയിൽ ആപ്ലിക്കേഷൻ 81 പേജുള്ള ബെയിൽ ആപ്ലിക്കേഷൻ്റെ ഓർഡറിൽ ഏതാണ്ട് 9 തവണയാണ് ബിഗ് ഗൺസ് ബിഗ് ഗൺസ് ബിഗ് ഗൺസ് എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതി പറയുന്നത്. അതിൻ്റെ 32-ാമത്തെ പാരഗ്രാഫ് ഉണ്ട്. അതിൽ കൃത്യമായി പറയുകയാണ്, വിൽഫുൾ ലാപ്സസ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സീരിയസ് കേസസ് ഇൻക്ലൂഡിംഗ് കറപ്ഷൻ ഷുഡ് ബി അവോയ്ഡഡ് ടു സെക്യൂർ ഡിഫക്ട് ഫ്രീ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇവൻറ്റ്ഫുൾ പ്രോസിക്യൂഷൻ. When the investigation in the serious cases including corruption is not fully defeat free without any loophole in the corrupt person including the big guns involved lapses. ഇതേ തൊട്ട് മുമ്പ് പറഞ്ഞു വൻതോക്ക് അത് മന്ത്രിയാണോ തന്ത്രിയാണോ ആർക്കും നമുക്കറിയില്ലോ. അത് വ്യക്തമാകുമ്പോൾ അത് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അന്വേഷണ സംഘത്തിന് ഒരു വിൽഫുൾ ലാപ്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് 19-ാം തീയതി വന്ന ഓർഡറിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുകയാണ്. ആ വിൽഫുൾ ലാപ്സ് ഉണ്ടാവാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാൻഡ് പിക്ക് ചെയ്ത സംഘത്തെ ആരോ ഹാൻഡ് കഫ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായി വരികയാണ്. ഇനി അങ്ങ് സൂചിപ്പിച്ചതുപോലെ സുഭാഷ് കപൂർ ആണെങ്കിലും ഇതിന് ഇടയിൽ നിന്നൊരു കൂട്ടരുണ്ട്. അവിടെ നിന്ന് സ്വർണം വളരെ ടെക്നിക്കലായി വളരെ ഈ പറയുന്ന ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട് വെളിയിൽ കൊണ്ടുപോകാനും അത് കൊണ്ടുപോയ ശേഷം അത് മറച്ചു വെക്കാനും കൂട്ടുനിന്ന കൂട്ടരുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പത്മകുമാർ അറസ്റ്റിലാവുന്നതിൻ്റെ തലേ ദിവസം നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് പോയ സ്റ്റേറ്റ്മെൻറ്റ് കൂട്ടി വായിക്കേണ്ടത്. എന്താണ് പത്മകുമാർ പറഞ്ഞത്? ഞാനൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ, അല്ലെങ്കിൽ വാസുവേട്ടൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയൊരു കൊള്ള അവിടെ നടക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ചോദിച്ചത് പത്മകുമാറാണെന്നേ. അവിടെ ദൈവസമാനരായ പലരും വെളിവാക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ല, വി ഡി സതീശൻ അല്ല, ഗോപകുമാറെ. ആ പറഞ്ഞത് പത്മകുമാറാണ്, നിങ്ങളുടെ CPM-ന്റെ ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റിയുടെ മെമ്പറായ പത്മകുമാർ. ആ പത്മകുമാറാണ് പറഞ്ഞത് സ്വർണം ചിരണ്ടി നിങ്ങൾ ചെമ്പാക്കിയതുപോലെ ഈ അന്വേഷണത്തിൽ സ്വർണം ചിരണ്ടി എത്തുമ്പോൾ ആ ചെമ്പ് വെളിവാക്കപ്പെടും. ആ ചെമ്പിൽ ദൈവസമാനരായിട്ടുള്ളത് ആരാണ് എന്ന് വെളിവാക്കപ്പെടും.